അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരിമാരെ, എന്താണ് എല്ലാവരുടെ വിശേഷം? എല്ലാവർക്കും സന്തോഷമല്ലേ? അള്ളാഹു നമുക്കെല്ലാവർക്കും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നിങ്ങളോട് പറയുന്ന ഒരു വിഷയം, നാം എല്ലാവരും കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരല്ലേ? നമ്മളെല്ലാവരും ഒരുപാട് കടങ്ങൾ, നമ്മളെ മജ്‌ലിസിലൊക്കെ എത്രയോ ആളുകളാണ് പടച്ചോനെ കടമുണ്ട് ഉസ്താദെ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കടമുണ്ടെന്ന് പറഞ്ഞ് പ്രത്യേകം ദുആ ചെയ്യാൻ പറയുന്ന എത്ര ആളുകളാണ് നമ്മുടെ മജ്‌ലിസിലൊക്കെ പറയുന്നത്, വിഷമം പറയുന്നത് അല്ലേ? അള്ളാഹു നമ്മുടെ എല്ലാ കടങ്ങളും അള്ളാഹു വീട്ടിത്തരട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, കടം വീടാൻ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു കൊടുത്ത ഒരു ദുആയാണ് ഞാൻ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തുന്നത്. ആ ദുആ നിങ്ങൾ നിരന്തരം പതിവാക്കിയാൽ എത്ര വലിയ കടങ്ങളുണ്ടോ ആ കടങ്ങളൊക്കെ അത്ഭുതകരമായി നാം പോലും അറിയാതെ വീടിക്കിട്ടുമെന്ന് മഹത്തുക്കൾ പറയുന്നുണ്ട്. ഒരിക്കൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവിടുത്തെ മകളാണല്ലോ, ആയിഷ ബീവിയുടെ അരികിൽ ചെന്നിട്ട് ചോദിച്ചു, മോളെ ആയിഷ, ഇന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്ക് സ്പെഷ്യലായി ഒരു ദുആ പഠിപ്പിച്ചു തന്നു. അതേതാണെന്ന് നിനക്കറിയാമോ ആയിഷ? അതല്ലെങ്കിൽ ആ ദുആ മുത്തുനബി പ്രാർത്ഥിക്കുന്നത് നീ കേട്ടിട്ടുണ്ടോ മോളെ ആയിഷ? ആയിഷ ബീബി റളിയല്ലാഹു അൻഹ വാപ്പയായ സിദ്ദീഖ് തങ്ങളോട് പറയുന്നുണ്ട്, മാഹു, ഏതാണ് വാപ്പ? കാരണം ഒരുപാട് ദുആകൾ, ഒരുപാട് പ്രാർത്ഥനകൾ എനിക്കെൻ്റെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരുപാട് പ്രാർത്ഥനകൾ എൻ്റെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിക്കുന്നതും ഞാൻ കേട്ടിട്ടുണ്ട്. ഉപ്പ പറഞ്ഞ ഈ ദുആ ഏതാണ്? അതൊക്കെ പറഞ്ഞു തന്നാലും എന്ന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ വാപ്പയായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ സിദ്ദീഖ് തങ്ങൾ പറയുന്നുണ്ട്, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞു, സിദ്ദീഖ് തങ്ങളെ, ഒരാൾക്ക് സ്വർണ്ണമലയോളം കടങ്ങളുണ്ടെന്ന് വെക്കുക. ആ വാക്കിൻ്റെ ഒരു ഊക്ക് നോക്കണേ. സ്വർണ്ണമലയോളം കടങ്ങൾ ഒരാൾക്കുണ്ടെങ്കിൽ പോലും ഈ ദുആ, ഈ പ്രാർത്ഥന അവൻ പതിവാക്കിയാൽ, ഈ പ്രാർത്ഥന കൊണ്ട് അള്ളാഹു എന്തു ചെയ്യും? അവൻ്റെ കടങ്ങൾ അള്ളാഹു വീട്ടിക്കൊടുക്കും. സിദ്ദീഖേ, ഏതാണ് ആ പ്രാർത്ഥന? മഹാനായ ഈസാ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം അവിടുത്തെ അനുയായികൾക്ക്, അവിടുത്തെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്ത, പഠിപ്പിച്ചു കൊടുത്ത ഒരു വലിയ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ഇൻഷാ അല്ലാഹ് നമ്മൾ പതിവാക്കിയാൽ അൽഹംദുലില്ലാഹ് നമ്മുടെ കടങ്ങൾ അത്ഭുതകരമായി രക്ഷപ്പെടും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് കടങ്ങൾ ഉണ്ടായിരുന്നു, കുറേ കടങ്ങളൊക്കെ വീട്ടി, പിന്നെ കുറച്ച് ബാക്കി അല്ലറ ചില്ലറ കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഒരു പ്രാർത്ഥന എനിക്ക് പഠിപ്പിച്ചു തന്നപ്പോൾ, ഞാൻ ഈ പ്രാർത്ഥന നിരന്തരം പ്രാർത്ഥിച്ചപ്പോൾ, ഈ ദുആ നിരന്തരം ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ, ഞാൻ പോലും അറിയാതെ അത്ഭുതകരമായി, ഞാൻ പോലും അറിഞ്ഞിട്ടില്ല, എൻ്റെ കടങ്ങൾ വീടിക്കിട്ടി. ആയിഷ ബീവിയോട് വാപ്പയായ സിദ്ദീഖ് തങ്ങൾ പറയുകയാണ്, ആ പ്രാർത്ഥന ഇതാണ്: അല്ലാഹുമ്മ ഫാരിജൽ ഹമ്മി കാശിഫൽ ഗമ്മി മുജീബ ദഅവത്തിൽ മുൽതരീൻ റഹ്മാന ദുനിയ വൽ ആഖിറ വറഹീമഹുമാ അൻത തർഹമുനി ഫർഹംനി ബിറഹ്മതിൻ തുഗ്നീനി ബിഹാ അൻ റഹ്മതി മൻ സിവാക്. വല്ലാത്തൊരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന അള്ളാഹുവിനോട് പറയുകയാണ്, ടെൻഷൻ, അല്ലാഹുമ്മ ഫാരിജൽ ഹമ്മ്, ടെൻഷൻ അകറ്റുന്ന അല്ലാഹ്, കാശിഫൽ ഗമ്മ്, വ്യഥ, വിഷമങ്ങൾ തീർക്കുന്ന റബ്ബേ,
മുജീബ ദഅവതിൽ മുൽതരീൻ. കുടുങ്ങിയ ആളുകൾ, ഒരു നിലക്കും രക്ഷയില്ല അല്ലേ, നമ്മളൊക്കെ കടം കൊണ്ട് ബുദ്ധിമുട്ടായി വീട്ടാൻ മാർഗമില്ലാതെ കുടുങ്ങി നിൽക്കുന്നൊരവസ്ഥയുണ്ട്. ആ സമയത്ത് പോലും കുടുങ്ങിയവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന റബ്ബേ, തീർന്നില്ല, രണ്ട് ലോകത്തും ഞങ്ങൾക്ക്, ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് കരുണ ചെയ്യുന്ന റബ്ബേ. എന്നിട്ട് പിന്നെ പറയുകയാണ് റഹ്മാന ദുനിയ വൽ ആഖിറ, രണ്ട് ലോകത്തും ഞങ്ങൾക്ക് കരുണ ചെയ്യുന്ന റബ്ബേ. വറഹീമഹുമാ, എന്താണ് പറഞ്ഞത്? രണ്ട് ലോകത്തും ഞങ്ങൾക്ക് വേണ്ട ഗുണങ്ങൾ ചെയ്യുന്ന റബ്ബേ. അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. നേരത്തെ പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചു, കുടുങ്ങിയവരുടെ പ്രാർത്ഥന പോലും അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ കേണപേക്ഷിക്കുകയാണ്, ഒരു കുഞ്ഞിനെ പോലെ. നമുക്ക് വേണ്ട നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അള്ളാഹുവിനോട് നാം ചോദിച്ചു വാങ്ങാം. ഉദ്ഉനി അസ്തജിബ് ലക്കും എന്നല്ലേ, നിങ്ങൾ എന്നോട് ചോദിക്കുകയും ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്ന് അള്ളാഹു പറഞ്ഞില്ലേ. മറ്റൊരു സ്ഥലത്ത് വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി ഫല്യസ്തജിബൂ ലി വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർശുദൂൻ എന്ന് മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറയുന്നുണ്ട്. നാം ചോദിക്കുക, അള്ളാഹുവിനോട് ചോദിച്ച് വാങ്ങുക. ഈ ചെറിയ കുട്ടികൾ മാതാപിതാക്കളോട് ശാഠ്യം പിടിച്ച് അതങ്ങ് ചോദിച്ച് വാങ്ങൂലേ എന്നതുപോലെ അള്ളാഹുവിലേക്ക് കരഞ്ഞ് കേണപേക്ഷിച്ച് അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ച് വാങ്ങണം നമ്മുടെ ആവശ്യങ്ങളൊക്കെ. അള്ളാഹു നമ്മുടെ മുഴുവൻ ഹലാലായ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി തരട്ടെ ഇൻഷാ അല്ലാഹ്. വറഹീമഹുമാ എന്ന് പറഞ്ഞാൽ രണ്ട് ലോകത്തും ഞങ്ങൾക്ക് വേണ്ട ഗുണങ്ങൾ ചെയ്യുന്ന റബ്ബേ. അല്ലാ, നീ എന്നെ അനുഗ്രഹിച്ചു കൊണ്ടേയിരിക്കുകയാണ് അല്ലേ. അൻത തർഹമുനി, നീ എന്നെ അനുഗ്രഹിച്ചു കൊണ്ടേയിരിക്കുന്നു. നിൻ്റെ റഹ്മത്ത് കൊണ്ട് നീ എന്നെ അനുഗ്രഹിക്കണേ അല്ലാ. ഫർഹംനി ബിറഹ്മത്തിൻ തുഗ്നീനി ബിഹാ അൻ റഹ്മത്തി മൻ സിവാക്. പ്രശ്നേ അല്ലാഹുവേ, നിൻ്റെ റഹ്മത്ത് കൊണ്ട് നീ എന്നെ അനുഗ്രഹിക്കണേ അല്ലാ. നിൻ്റെ റഹ്മത്ത് നീ എനിക്ക് തന്നു കഴിഞ്ഞാൽ തീർച്ചയായും എൻ്റെ ആവശ്യങ്ങളൊക്കെ തീരും, എൻ്റെ ആവശ്യങ്ങളൊക്കെ നടക്കും. നീ എന്നെ റഹ്മത്ത് കൊണ്ട് നീ എന്നെ അനുഗ്രഹിച്ചാൽ എൻ്റെ ആവശ്യങ്ങളൊക്കെ നടക്കും, തീർച്ചയായും നടക്കും, ഒരു സംശയവുമില്ല. നീ അല്ലാത്തവരുടെ റഹ്മത്തിനെ തൊട്ട് എൻ്റെ ആവശ്യങ്ങൾ തീർക്കുന്ന നിൻ്റെ റഹ്മത്ത് കൊണ്ട് നീ എന്നെ സഹായിക്കണേ അല്ലാ. വല്ലാത്തൊരു പ്രാർത്ഥനയാണത്. ഈ ഒരു പ്രാർത്ഥന നാം സ്ഥിരമാക്കുക, നാം ദായിമാക്കുക, പതിവാക്കുക എങ്കിൽ നമ്മുടെ കടങ്ങളെല്ലാം തീരുമെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ മറ്റൊരു പ്രാർത്ഥനയാണ് നാം ഹദ്ദാദ് പതിവാക്കുന്നവരാണ് അല്ലേ. യാ ഫാരിജൽ ഹമ്മ് വയാ കാശിഫൽ ഗമ്മ് യാ മൻ ലിഅബ്ദിഹി യഗ്ഫിറു വയർഹം. ഹദ്ദാദിൽ നാം സ്ഥിരം ചൊല്ലുന്ന ഒരു ദിക്റാണ്. ഈ ഒരു ദിക്ർ ഹദീസിൽ വന്നതാണ്. ഈ ഒരു പ്രാർത്ഥന ഇതും നാം പതിവാക്കിയാൽ അൽഹംദുലില്ലാഹ് നമ്മുടെ കടങ്ങളൊക്കെ വീടുന്നതാണെന്ന് മഹാന്മാർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സ്വലാത്തുണ്ട്, മഹാനായ താജുൽ ഉലമ ഉള്ള ആൾ തങ്ങളുപ്പാപ്പ നമ്മളെ പഠിപ്പിച്ച ഒരു സ്വലാത്തുണ്ട്. നമ്മുടെ മജ്‌ലിസിലൊക്കെ നാം അത് സ്ഥിരമായി ചൊല്ലുന്നതാണ് അല്ലേ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് അബ്ദിക വറസൂലിക വഅലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ഈ ഒരു സ്വലാത്ത് എല്ലാ ദിവസവും നിങ്ങൾ 33 തവണ നിങ്ങൾ ചൊല്ലുക. വെള്ളിയാഴ്ച രാവിൽ അതൊരു 101 പ്രാവശ്യം നിങ്ങൾ ചൊല്ലുക. ഈ ദിക്റും ഈ സ്വലാത്തും ഈ പ്രാർത്ഥനയൊക്കെ പതിവാക്കുമ്പോൾ ഉറപ്പായും അല്ലാഹു നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. നാം അറിയാതെ തന്നെ നാം
നാം അറിയാതെ രൂപത്തിൽ നമ്മുടെ കടങ്ങളൊക്കെ വീട്ടാൻ ഈ പ്രാർത്ഥനകൾ, ഈ സ്വലാത്തുകൾ, ഈ ദിക്റുകൾ കാരണമാണ്. അള്ളാഹു ദായിമാക്കാൻ, പതിവാക്കാൻ, ചൊല്ലാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മുത്തുനബി പറഞ്ഞല്ലോ, സ്വർണ്ണമലയേക്കാളും കടങ്ങളുണ്ടെങ്കിലും അള്ളാഹു ആ പ്രാർത്ഥന കൊണ്ട് അവൻ്റെ കടങ്ങൾ തീർക്കുമെന്നാണ്. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. പടച്ചവനെ, ഞങ്ങളെ മുഴുവൻ കടങ്ങളും അള്ളാഹുവിന് നീ വീട്ടിൽ തന്ന് സന്തോഷവും സമാധാനവും ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.